വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഡയറി. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ നാഗാർജുൻ എഴുതിയ കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവിത കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: കൈ ദിനോം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ഏറെ നാളുകളോളം അടുപ്പ് കരഞ്ഞു, തിരികല്ല് ഉദാസീനയായിരുന്നു, ദിവസങ്ങളോളം ഒറ്റക്കണ്ണുള്ള പെണ്ണായ അവക്കരികിൽ ഉറങ്ങി. ഇവിടെ അടുപ്പ് കരയുക, തിരികല്ല് ഉദാസീനയാവുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചൂൽഹ अधिकांश समय जलता रहता है, उसका रोने का मतलब है उसमें गाना नहीं पकाता है, चक्की में दाना पीसती है, अकाल के कारण घर में दाना तो नहीं है, अतः वह दुखी है, अदर बेकार पड़ी हुई है. അടുപ്പ് ഏറെ സമയവും കത്തുകയാണ് ചെയ്യുന്നത്. ഏറെ നാൾ കരഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആഹാരം പാകം ചെയ്യുന്നില്ല എന്നാണ്. തിരികല്ലിൽ ധാന്യങ്ങൾ പൊടിക്കുന്നു, വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ അതിനും പണിയൊന്നുമില്ല, അതും ദുഃഖിതയാണ്. രണ്ടാമത്തെ ചോദ്യം: കൈ ദിനോം തക് ലഗി ബീത് പർ ചിപ്കലിയോം കി ഗസ്ത്, കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത് രഹി ശികസ്ത്, യേ പംക്തിയാം കിസ് ഹാലത് കി ഓർ ഇഷാര കർത്തി ഹെ? ഏറെ നാളുകളോളം പല്ലികൾ ഭിത്തിയിൽ ഉലാത്തി, ഏറെ നാളുകളോളം എലികൾക്കും മോശം അവസ്ഥയായിരുന്നു. ഈ വരികൾ ഏത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? घर की बुरी हालत है, गाने के लिए कुछ भी नहीं, यदि घर में गाना होता तो छिपकलियों और चूहों को कुछ गाने को मिलता, ये दोनों भूख के कारण बहुत परेशान हैं. ये पंक्तियां अकाल की तीक्ष्णता की ओर इशारा करती है. വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്, ഭക്ഷണം തീരെയില്ല, ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ പല്ലികൾക്കും എലികൾക്കും എന്തെങ്കിലും കഴിക്കുവാൻ കിട്ടിയേനെ, വിശപ്പ് കാരണം ഇവ വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ വരികൾ ക്ഷാമത്തിന്റെ തീക്ഷ്ണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മൂന്നാമത്തെ ചോദ്യം: ധാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, ധുആ ഉഡാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, ഇൻ പംക്തിയോം സെ കവി ക്യാ കഹനാ ചാഹത്തെ ഹെ? വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യമെത്തി, ഏറെ നാളുകൾക്ക് ശേഷം മുറ്റത്ത് പുക ഉയർന്നു. ഈ വരികളിലൂടെ കവി എന്തു പറയുവാനാണ് ആഗ്രഹിക്കുന്നത്? കവി अकाल के बाद की अवस्था का वर्णन करते हैं. घर में दाने आए, खाना पकाने के लिए चूल्हा जला दिया और छत से धुआं ऊपर उड़ा. ഈ വരികളിലൂടെ ക്ഷാമം കഴിഞ്ഞുള്ള അവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. വീട്ടിൽ ധാന്യമെത്തി, ആഹാരം പാകം ചെയ്യുവാനായി അടുപ്പ് കത്തിച്ചു, അങ്ങനെ പുക ഉയർന്നു. നാലാമത്തെ ചോദ്യം: കവിനെ അകാൽ കാ ചിത്രൺ കിസ് പ്രകാർ കിയാ ഹെ, ചർച്ച കരേം. കവി ക്ഷാമകാലത്തെ എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യാം. കവി ക്ഷാമകാലത്തെ എങ്ങനെയെല്ലാമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? എന്തിന്റെയെല്ലാം മാധ്യമത്തിൽ കൂടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അകാൽ, ചൂൽഹെ കാ രോന, ചക്കി കാ ഉദാസ് രഹന, ബീത് പർ ചിപ്കലിയോം കി ഗസ്ത്, शिकस्त हालत वाले चूहे. अकाल में घर की हालत बुरी दी, कई दिनों से घर में चूल्हा नहीं जला, घर में दाना न होने के कारण चक्की के लिए कोई काम नहीं था, वह उदास दी. भूख के कारण छिपकलियां दीवार पर गश्त करने लगी, चूहे भी बुरी हालत में थे. कवि ने चूल्हा, चक्की, कुतिया, छिपकलियां, चूहे आदि बिंबों के द्वारा अकाल और भूख की भीषण स्थिति का वर्णन किया है. വരൾച്ച ആയതിനാൽ അല്ലെങ്കിൽ ക്ഷാമമായതിനാൽ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. ദിവസങ്ങളായി വീട്ടിൽ അടുപ്പ് കത്തുന്നില്ല, വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ തിരികല്ലിനും ഒരു പണിയുമില്ല, അതും ദുഃഖിതയാണ്. വിശപ്പ് സഹിക്കാനാകാതെ പല്ലികൾ ഭിത്തിയിൽ അലയാൻ തുടങ്ങി, എലികളുടെ അവസ്ഥയും മോശമാണ്. അടുപ്പ്, തിരികല്ല്, നായ, പല്ലികൾ, എലികൾ തുടങ്ങിയ ബിംബങ്ങളെ മുൻനിർത്തി ക്ഷാമത്തിന്റെയും വിശപ്പിന്റെയും തീക്ഷ്ണമായ അവസ്ഥയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്.
അഞ്ചാമത്തെ ചോദ്യം, कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है? ചർച്ച करें. ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ കവി എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ കവി വർണ്ണിച്ചിട്ടുള്ളത്? അകാൽ കെ ബാദ് ഗർ കെ അന്തർ ദാനെ കാ ആന, വീട്ടിനുള്ളിൽ ധാന്യം വരിക. ആംഗൻ കെ ഊപ്പർ ധുയേം കാ ഉടന, മുറ്റത്ത് നിന്ന് പുക ഉയരുക. ഘർ ഭർ കി ആംഗോം കാ ചമക് ഉടന, വീട്ടിലെ കണ്ണുകളെല്ലാം തിളങ്ങുക. കൗവെ കെ പാങ്കോം കാ ഗുജ്ലാന, കാക്കകൾ കൊക്ക് ചൊറിയുക. अकाल के बाद घर के अंदर दाने आए, कई दिनों के बाद आंगन में धुआं ऊपर उड़ा. मतलब है कि घर में गाना पकाने लगा. कई दिनों के बाद घर भर की आंखें चमक उड़ी, अदर सब गुश हुई. कई दिनों के बाद कौवे ने भी अपनी पांखें गुजलाई. गाने को कुछ मिलने के कारण वे भी संतुष्ट थे. अब अकाल नहीं, स्थिति बदल गई. घर में दाने हैं, मनुष्य की हताशा दूर हुई. वह गाना गाकर खुश रहता है. उसके साथ प्रकृति के अन्य प्राणी भी खुश हैं. ക്ഷാമത്തിനു ശേഷം വീട്ടിൽ ആഹാരം പാകം ചെയ്യുവാൻ തുടങ്ങി. മുറ്റത്ത് പുക ഉയർന്നു എന്ന് വെച്ചാൽ വീട്ടിൽ ആഹാരം പാകം ചെയ്യുവാൻ തുടങ്ങി. വീട്ടിലെ മുഴുവൻ കണ്ണുകളും തിളങ്ങി. എല്ലാവരും സന്തുഷ്ടരായി എന്നാണ് അർത്ഥമാക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം കാക്കകളും അവയുടെ ചിറകുകൾ ചൊറിയുവാൻ തുടങ്ങി. ഭക്ഷണം കിട്ടിയതിനാൽ അവയും സന്തുഷ്ടരാണ്. ഇപ്പോൾ ക്ഷാമമില്ല, സ്ഥിതി മാറി. വീട്ടിൽ ധാന്യമുണ്ട്, മനുഷ്യന്റെ വിവശത മാറി. അവർ ഭക്ഷണം കഴിച്ച് സന്തുഷ്ടരായിരിക്കുന്നു. അവരോടൊപ്പം പ്രകൃതിയിലെ മറ്റു ജീവികളും സന്തുഷ്ടരാണ്. അടുത്ത ചോദ്യം, ചർച്ച കരേം. കവിത में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है? കവിതയിൽ ഏറെ നാളുകൾ വരെ അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം ഇവ ആവർത്തിച്ചിരിക്കുന്നതിന് കാരണം എന്തായിരിക്കാം? कई दिनों तक अकाल था, प्रत्येक चीज और प्राणी में उसका प्रभाव कई दिनों तक बना रहा. कई दिनों बाद खुशहाली आई, उसका भी वैभव हर एक में प्रकट हुआ. दोनों परिस्थितियों में प्रत्येक की हालत का चित्रण करने के लिए कवि ये शब्द दोहराते हैं. ഏറെ നാൾ ക്ഷാമമായിരുന്നു. ഓരോ വസ്തുവിലും പ്രാണിയിലും അതിന്റെ പ്രഭാവം ഏറെ നാൾ നിലനിന്നു. അതിനുശേഷം സമൃദ്ധിയുണ്ടായി. സമൃദ്ധിയുടെ വൈഭവവും ഓരോന്നിലും പ്രകടമായി. രണ്ട് പരിസ്ഥിതികളിലും ഓരോന്നിന്റെയും അവസ്ഥ ചിത്രീകരിക്കുന്നതിനാണ് കവി ഈ പദങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, അകാൽ और उसके बाद कविता की प्रासंगिकता पर टिप्पणी लिखें. अकाल और उसके बाद. अकाल और उसके बाद प्रसिद्ध कवि नागार्जुन की कविता है. किसी भी काल में किसी भी जगह पर किसी भी कारण से अकाल होने की संभावना है. यह मानव को ही नहीं सभी प्राणियों को संकट में डालता है. अन्न तथा पानी के बिना सब विवश हो जाते हैं. लोग इस संकट से बचने का प्रयास करते हैं, दूसरों से भी मदद लेते हैं. इसके फलस्वरूप अकाल से धीरे धीरे मुक्ति पाकर खुश हो जाते हैं. अतः अकाल की भीषणता तथा उसके बाद की खुशहाली का चित्रण करने वाली यह कविता सभी कालों में प्रासंगिक है. അകാൽ ഔർ ഉസ്കെ ബാദ് പ്രസിദ്ധ കവിയായ നാഗാർജുന്റെ കവിതയാണ്. ഏത് കാലത്തും എവിടെയും എന്തു കാരണത്താലും ക്ഷാമമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത് മനുഷ്യനെ മാത്രമല്ല സകല പ്രാണികളെയും സങ്കടത്തിലാക്കുന്നു. ആഹാരവും ജലവുമില്ലാതെ എല്ലാവരും വിവശരാകുന്നു. ജനങ്ങൾ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരുടെ സഹായവും സ്വീകരിക്കുന്നു. ഇതിന്റെ ഫലമായി ക്ഷാമത്തിൽ നിന്ന് ക്രമേണ മോചനം നേടി സന്തുഷ്ടരാകുന്നു. അതുകൊണ്ട് ക്ഷാമത്തിന്റെ തീഷ്ണതയും അതിനുശേഷമുള്ള സമൃദ്ധിയെക്കുറിച്ചും വർണ്ണിക്കുന്ന ഈ കവിത എക്കാലത്തും പ്രസക്തമാണ്. ഇനി മുൻ വർഷങ്ങളിലൊക്കെ ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, സൂചന अकाल और उसके बाद कविता की पंक्तियां पढ़ें और उत्तर लिखें. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी बीत पर चिपकलियों की गश्त.
കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത്ത് രഹി ഷിക്കസ്ത്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്? കോൺസാ പ്രസ്താവ് സഹി ഹേ? 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നും ഇങ്ങനെയാണ്. കുത്തിയ ബച്ചെ ബച്ചി കെ പാസ് സോ രഹി ഹേ, കുത്തിയ പേട് പൗധോം കെ പാസ് സോ രഹി ഹേ, കുത്തിയ മാം ബാപ് കെ പാസ് സോ രഹി ഹേ, കുത്തിയ ചൂൽഹെ ചക്കി കെ പാസ് സോ രഹി ഹേ. ഇതിൽ ഏതാണ് ശരി? കുത്തിയ ചൂൽഹെ ചക്കി കെ പാസ് സോ രഹി ഹേ. ഇനി അടുത്ത ചോദ്യം, ചൂൽഹ ഔർ ചക്കി ക്യോ ബഹുത് ദുഃഖി ഹേ? ആൻസർ ഇങ്ങനെയാണ്. അകാൽ കെ സമയ് घर में दाना न होने के कारण चूल्हा न जलाया, चक्की में पीसने के लिए घर में दाना नहीं था. മൂന്നാമത്തെ ചോദ്യം, पानी नहीं तो गाना नहीं, जल संरक्षण का संदेश देते हुए പോസ്റ്റർ बनाए. പോസ്റ്റർ നിങ്ങളുടെ ആശയം അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ, ഒരു സാമ്പിൾ ആൻസർ നമുക്ക് ഇവിടെ കാണിക്കാം. അടുത്ത ചോദ്യം, सूचना कवितांश पढ़ें और प्रश्नों के उत्तर लिखें. कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? സമാനാർത്ഥ ശബ്ദ കവിതാംശ സെ പഹചാൻ കർ ലിഖേം. നമുക്ക് തന്നിട്ടുള്ള വാക്ക് ദീവാർ എന്നാണ്. ദീവാർ എന്ന വാക്കിനോട് സമാന അർത്ഥമുള്ള വാക്ക് ഈ കവിതയിൽ ഏതാണ് തന്നിട്ടുള്ളത്? ബീത്ത് എന്ന് പറഞ്ഞാൽ ചുവർ അല്ലെങ്കിൽ ഭിത്തി. ദീവാർ, ബീത്ത്. രണ്ടാമത്തെ ചോദ്യം, അകാൽ മേം ചൂഹോം കി ക്യാ ഹാലത്ത് ഹോ ഗയി? അതിന്റെ ആൻസർ എങ്ങനെയാണ്? അകാൽ മേം ചൂഹോം കി ഹാലത്ത് शिकस्त रही. മൂന്നാമത്തെ ചോദ്യം, कवितांश की आशय लिखें. अकाल के कारण घर के सभी सजीव और निर्जीव वस्तुएं परेशान है, घर में दाना न होने के कारण चूल्हा भी नहीं जलाया, छिपकलियां दीवार से इधर उधर चलती थी, घर में दिया न जलाने के कारण उसको भी खाना नहीं मिलता था, चूहे भी शिकस्त हालत में थे, अकाल के कारण खेतों में भी दाना नहीं था. വളരെ എളുപ്പമുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. കവിത നല്ല പോലെ വായിക്കുക. ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നല്ല പോലെ പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം.